അങ്ങയുടെ നാമത്തെ അറിയുന്നത് കൊണ്ടുമല്ലേ? അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം ഞാനിങ്ങനെ ചിന്തിക്കുന്നൊരു കാര്യമാണ്. നമുക്കിന്നത്തെ സംവിധാനവും ഒക്കെ അനുസരിച്ച് നമ്മുടെ കരങ്ങളിൽ ഫോണും അതുപോലുള്ള ടെക്നോളജികളുണ്ട്, ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു വിരൽ മതി ലോകത്തെവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം വേറൊരാളിൽ എത്തിച്ചു കൊടുക്കാൻ. ഒരു വിരൽ മതി, ആ വിരലിൻ്റെ ഒരു ചലനം മതി. പക്ഷെ നമുക്കറിയാം, തൂമ്പയെടുത്ത് എത്ര വേണം കിളയ്ക്കും, അല്ലെങ്കിൽ എന്തെല്ലാം വലിയ വീര്യപ്രവർത്തികൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് ചെയ്താലും ദൈവവചനം ഒരു വിരൽ കൊണ്ടൊന്ന് ഒരാളിലേക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. ഞാൻ അയക്കണോ? ഇനി അവരെന്തേലും വിചാരിക്കില്ലേ? അവർക്കൊന്നും കൊടുക്കണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അറിയാത്തൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ദൈവത്തിൻ്റെ രാജ്യം, ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്നത്, ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നത് ഏതു വിധത്തിലത് മാറുമെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അറിഞ്ഞ ദൈവത്തെ, എനിക്ക് അനുഭവമായ ദൈവത്തെ ഞാൻ കൊടുക്കുന്നത് അതൊരു അഭിമാനമാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു സാക്ഷ്യമാണ്, അത് ദൈവത്തിൻ്റെ നിയോഗമാണ്, അത് അതിശ്രേഷ്ഠമാണ്, അമൂല്യമാണ്.